ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥ ഇങ്ങനെയാണ്. സ്വർണമാലയും പണവും കരസ്ഥമാക്കിയ സ്ത്രീയിൽ നിന്ന് തിരികെ ചോദിക്കാൻ നിരവധി തവണ ശ്രമിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ ഒരു സ്ത്രീയെ സമീപിക്കുന്നു. അവരുടേതാണ് മാലയെന്ന് പറഞ്ഞ് സഹോദരി ചമയുകയാണ് സ്ത്രീ. മാലയും പണവും തിരിച്ചു കൊടുക്കാത്ത പെൺകുട്ടിയുടെ വീട്ടിൽ ഇവരെത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ്. ഇതാണ് നീ പറഞ്ഞ കാമുകയിലേന് ചെയിൻ വാങ്ങിച്ചു തരാൻ കൊണ്ടുവന്നതാണ്. ചേച്ചി വാങ്ങിച്ചോളൂ. ചെയിനും കൊണ്ടേ വരാവൂ, ഇല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പെങ്ങളെയും കൂടി കൊണ്ടുപോകണം. വാങ്ങിച്ചോണ്ട് വേണം വരാൻ. ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് കയറി ഇറങ്ങണം, എത്ര പ്രാവശ്യം. അവളില്ലേ ഇവിടെ? അവളിവിടെ ഇല്ല. അവളെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാനും ഇവിടെ കുറെ സമയമായിട്ട് വന്നിരിക്കുകയാണ്. ഓരോ ദിവസം വന്ന് കയറും. ഇത് തന്നെ അവസ്ഥ. ഇത് എത്ര നാളായി? 4-5 മാസമായി പലിശ കൊടുത്തിട്ട് തന്നെ. ഞാനാണ് ഇപ്പൊ എന്റെ കയ്യിൽ നിന്നാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അവളോട് ചോദിക്ക്. അവള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എനിക്കറിയില്ല അവളെ കാര്യമൊന്നും. വരണതും പോണോന്നും എനിക്കറിയില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലല്ലോ അവള് പോണേ. വല്ലാത്ത കഷ്ടം. ചേട്ടന് തരാനുണ്ടോ ക്യാഷ്? 10-25 നമുക്ക് തരാനുണ്ടോ? എനിക്ക് 1 ലക്ഷം രൂപയാണ്. ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല. അവളെ കാര്യത്തിലേ ഞാൻ തലയിടാൻ പോകാറില്ല. വല്ലാത്ത കഷ്ടം തന്നെ. എന്തായാലും ഞാൻ ഇനി വരുന്നുണ്ട്. പോലീസിനെ വിളിച്ചിട്ട് ഒന്നും പറഞ്ഞ കാര്യമില്ല. ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ പൈസ. ഇപ്പൊ 6-7 മാസമായി പലിശ തന്നിട്ട്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. ഹസ്ബൻഡ് ചോദിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ പോയി ചോദിച്ചു. ഞാൻ ഇപ്പൊ 5-6 പ്രാവശ്യമായി വന്ന് ചോദിക്കുന്നത്. ആ സമയങ്ങളിലൊന്നുമില്ല. ഇപ്പൊ ഞാൻ വന്നിട്ട് തന്നെ 1 മണിക്കൂറായി. ഇപ്പൊ വരും എന്ന് പറഞ്ഞു. എനിക്കിനി പോയിട്ട് ജോലിക്ക് പോകാനുള്ളതാ. ഞാൻ പോകുന്നു. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ 1 മണിക്കൂർ, ഞാൻ 10:30 എവിടെ വന്നിരിക്കുക. എവിടെ പോണു? നമുക്ക് ഒട്ട് വാങ്ങിക്കാം. ഇരിക്കും ചേച്ചി. ഇത് ചേച്ചി ചേച്ചിയാ? എന്റെ മാല വാങ്ങിച്ച് പണയം വെച്ചിട്ട് മാസം 1.5 ഇപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ പറച്ചല്ലേ കേട്ടു. നിക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു. ഇത് എന്തല്ലേ സംഭവം? എന്നാ ഇത് ഞാനും ഇവിടുത്തെ കലയായിട്ട് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു. 2-3 വട്ടം ഇവൻ പോണതും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ള കേസാണ്. അതിന് ഇവൻ വരുമ്പം ഇവനോട് ഞാൻ ചോദിക്കും, നീ എവിടെയാടാ പോയെന്ന്. എത്ര മണിക്ക്? 12 മണിക്ക് 1 മണിക്ക്. ഞാൻ അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ 12 മണിക്ക് 1 മണിക്കാണ്. പന്നി ശല്യം ഇവിടെ ഉണ്ട്, അറിയാലോ നിങ്ങൾക്ക്. പറഞ്ഞാൽ നമ്മൾ പന്നി ശല്യം പാട്ട കൊട്ടിയിട്ടാണ് പന്നിയെ ഓട്ടിക്കുന്നത്. അതിനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവൻ ഇവിടെ വരുത്തു പോക്കായിട്ട് വന്നിട്ട് പോകുമ്പോൾ ഞാൻ കാണും. ഇവൻ്റെ അടുത്ത് നീ എന്തിനാ പോയത് എന്ന് ചോദിച്ചപ്പം ഇവൻ എനിക്ക് 100 രൂപ 200 രൂപ തന്നിട്ട് പോകും. എടാ, ഇതുപോലെ നല്ല കുടുംബത്തിൽ പറഞ്ഞിട്ടാണ് നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നത്. നീ നിന്റെ എത്ര രൂപ വാങ്ങിച്ചു? 1.5 പവന്റെ മാല ഇപ്പൊ എനിക്ക് ഇപ്പൊ തരണം. അയ്യോ, ഇവൻ വാങ്ങിച്ചോണ്ട് എന്തെന്നറിയാം? ഇവന്റെ സഹോദരിയുടെ മോളെ കല്യാണം. അവളെ എന്റെ കൂട്ടുകാരി, ഇവന്റെ സഹോദരി. അങ്ങനെയാണ് ഇവന് ഞാൻ കൊടുക്കണം. ഇവ എന്താ കല്യാണത്തിന് ഉന്തോന്ന് പറഞ്ഞു. നീ എന്താടാ ചെയ്തത്? അന്ന് ഞാൻ ഇവിടെ വന്ന് മുന്നോട്ട് കമ്പനിയായിട്ട് ഞാൻ ജോലിയായിരുന്നു, കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു. അപ്പൊ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ പൈസ അവള് വാങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പം മാല വന്ന് ഷർട്ട് ഊരി വെച്ചപ്പം കൂടെ മാലയും കൂടെ ഊരി വെച്ച്. അത് തെറ്റാണോ? തെറ്റാണ്. നീ വന്നത് തെറ്റ്. ഇത് പരിചയപ്പെട്ടോ? ഇതാണ് ആ ഭൂലോക ലംബയുടെ ചേച്ചി. എനിക്ക് അതൊന്നുമല്ല. എനിക്ക് മാല കിട്ടിയാലേ ഞാൻ പോവൂ. ഞാൻ രാവിലെ അയച്ച് ഒരു മീൻ കടയിൽ മീൻ വെട്ടാൻ പോവും. കൂലിപ്പണി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. ഇവൻ എത്ര വയസ്സായി ഇപ്പം? ഇവനിപ്പോ എത്ര 32 വയസ്സൊക്കെ ആയതേ ഉള്ളൂ. നിന്റെ ചേച്ചിക്ക് 33. കല എവിടെ പോയാ? കല ഇവിടെ ഇല്ല. കല അപ്പുറത്ത് പോയി. കല എന്നൊന്ന് വെച്ചാൽ കല അപ്പുറത്ത് പോയി ഇപ്പൊ വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ പോയി അത് എന്തായാലും ചെയ്യും. പോയി പിന്നാണ് ചേച്ചി. എടാ, വായി നോക്കി. നീ ചെന്ന് എന്തായാലും ചാടി ഈ കുഴിയിൽ വന്ന് ചാടിയിടാന്ന്. നീ ഒരു കാര്യം ചെയ്യും, മര്യാദയ്ക്ക് നിന്ന് അല്ല വിരട്ടി ആടിയെങ്കിൽ ആടി കൊടുത്ത് പൈസ വാങ്ങിച്ചുകൊണ്ട് ഇപ്പം പോയാൽ പോയി. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് വരും. ഈ സമയം വരെ ഇരിക്കും.
അവളില്ല എവളില്ല ഒന്നീ മരിച്ചിനി അല്ലെങ്കിൽ അവളെ കൂമ്പ് എന്തെങ്കിലും അരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടൻ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അയച്ചു എവരൊക്കെ കൊണ്ട് കൊടുക്കണത്. ഞാൻ മീന് വെട്ടിയാണ് ജീവിക്കുന്നത്. ഇവന്റെ സഹോദരിയുടെ മോളെ കല്യാണം. അപ്പൊ അവൻ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ആ കൊച്ചിനും കൊടുക്കണം ആവശ്യത്തിന് വേണ്ടി. ചാച്ചി ഇതുപോലെ മാല തിരി തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതാവുള്ളേ ഒരു കൊടുത്ത് പിന്നെ 2 ദിവസം അവളെ ചോദിച്ചാൽ പറഞ്ഞ അത് അവന്റെ കഴുത്തി കിടക്കുന്ന സമയമാകുമ്പോ അവൻ പണയം വെച്ച് കാര്യം ചെയ്യും. ചേച്ചി വീട്ടിലെന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും സാധനം കല്യാണത്തിന് വാങ്ങിച്ചു കൊടുക്കും. ഇന്നതാ നാളെ താന്ന് ഇപ്പൊ ഇല്ല. സംഭവം ചോദിച്ചപ്പോ ഇങ്ങനെ നീ സംസാരിടാ ഞങ്ങള് സംസാരിക്കണില്ല. നീ ഇതെടുത്ത് വെക്കണേ. എന്റെ പൈസ എന്ന് തരും. ചേട്ടൻ അങ്ങോട്ട് മാറിയില്ലേ? എന്തിനാ പ്രശ്നം? പിന്നെ നമ്മൾ അന്ന് നീ 1.5 ലക്ഷം രൂപ വാങ്ങിച്ച എനിക്ക് കുഴപ്പമില്ല, അത് പോട്ട്. അതെല്ലാം വിട. അണ്ണ ഇപ്പൊ എന്താ വരാത്ത? ഞാൻ ചേച്ചിരിക്കണം ചുമ്മാ ഇരുന്നു. എൻ്റെ ചേച്ചിയാണ്. എനിക്ക് അന്ന് ഞാൻ ഊരി വെച്ച് മറന്നു പോയ മാല ഇങ്ങനത്തെ ചേച്ചിയുടെ മാലയാണ്. കല്യാണത്തിൽ വന്ന ചേച്ചിയുടെ 2 ദിവസം ഇടാൻ വാങ്ങിയാണ്. അപ്പാണ് ഞാൻ ഇവിടെ വന്നത്. അന്ന് ഊരി മറന്നു വെച്ച് പോയാണ്. അത് എടുത്ത് കൊടുക്കും. മാല പിന്നെ തരാം. നിങ്ങളുടെ കുറച്ച് പറ, നീ പറഞ്ഞ കേക്കട്ടെ. ഞങ്ങള് പോലീസിനെ വിളിക്കണം. എനിക്ക് തന്ന മാലയല്ലേ അത്? എന്തായാലും എന്റെ ഉമ്മറത്ത് വന്നില്ലേ? ചേച്ചി പറ, കാര്യമായിട്ട് പറ. എന്റെ മാല 1.5 പവന്റെ മാല വാങ്ങിച്ചിട്ടുണ്ട്. ആ മാല എനിക്ക് കിട്ടും. അതായത് 1.5 പവന്റെ മാല ചേച്ചിയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ് നിന്റെ കയ്യിൽ കൊണ്ട്. അണ്ണാ നിങ്ങളല്ലേ എനിക്ക് തന്നത്. ആരെനിക്ക് മാല തന്ന്? ചേച്ചിയുടെ മാലയാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞാ നിങ്ങള്? ഞാൻ ഒരു മാലയൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് 2 ദിവസം ഇടാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോ പറഞ്ഞു 2 ദിവസം വേണമെന്ന്. ശരി, 2 ദിവസം കഴിഞ്ഞില്ലേ? ഇപ്പൊ 2 മാസമായില്ലേ? ഓ അതൊക്കെ ഞാൻ തരാം. നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് തരാം. എന്തോന്ന് ഇരിപ്പ് അവരെ മാല കൊണ്ട് പണയം വെച്ചിട്ട് നീ അവന്റെ കാര്യമാണ് നോക്കണത്. എവരെ കാര്യം നോക്കി ഈ ചേച്ചി പറയാനായിട്ട്. എന്താ ചേച്ചി? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ ആരെന്നുള്ളത്. എന്റെ നട വന്നിട്ട് എന്നെ പഠിപ്പിക്കണ്. ഇതെന്നെ പഠിപ്പിക്കണല്ല. എന്റെ കയ്യിൽ അവൻ വാങ്ങിച്ചു. അവൻ നീ എനിക്ക് മാല അറിഞ്ഞ അവളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്റെ നട വന്ന് കിടന്നിട്ട് ആടുന്നു കിടന്നു. കയ്യിലെ മാല യവൻ എന്തോന്ന് പറഞ്ഞ് വാങ്ങിച്ചത്? എൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചത് അവന്റെ സഹോദരിയുടെ മോളെ കല്യാണം. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വല്ലത് വാങ്ങിച്ചു കൊടുക്കാനാണ് പറഞ്ഞ. ചെറു സാധനം വാങ്ങിച്ചു കൊടുക്കാനാണ്. ചാച്ചി 1 മാസത്തിന് അത് എടുത്തു തരാം. മാസം 2 കഴിഞ്ഞു. ഇപ്പൊ സാധനമില്ല. എനിക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു വേറൊരാളിന്റെ കയ്യിലായിപ്പോയി. നിന്നാണ് ചേച്ചി മാലയിനകത്തുണ്ട്. അത് നിങ്ങൾ പേടിക്കണ്ട. എവളെ എന്നെ പോലെ സൗമ്യമായിട്ട് സംസാരിച്ച കാര്യം നടക്കും. ഇല്ലെങ്കിൽ ചാനൽ വേറെ വിളിക്കും. വിളിക്കണത് പിന്നെ എൻ്റെ 4 ലോകമൊത്തം അറിയുള്ളൂ. ഈ ലോകമൊത്തം അറിയിച്ചിട്ട് ആ ചെറുക്കനെ മാനം കെടുത്തൂല്ലേ? നിങ്ങൾ നല്ല കുടുംബത്തിലുള്ള ആൾക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞല്ലേ മര്യാദയ്ക്ക് വാങ്ങിച്ചു തരാം. അത് അവൻ ചെയ്താൽ അവന് നല്ലത്. എടി അവന്റെ സഹോദരി അല്ല എനിക്ക് പേരുണ്ട്. നിന്റെ പേരെന്താണെന്ന് ഞാൻ ഞാൻ അത്തപ്പാടി ഒരു ഗതിയും അത്തപ്പാടി. നീ അവന്റെ വാങ്ങിച്ച മാല അങ്ങ് കൊടുത്തു. നല്ല പ്രശ്നം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവന്റെ മാല വെച്ച് യാതൊരു വീട്ടിൽ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. ആരോ കല വാങ്ങിച്ചെന്ന്. കല വാങ്ങിച്ചെങ്കിൽ അങ്ങേര് വന്ന് ചോദിക്കൂലേ? നടയിൽ വന്ന് കിടന്നോണ്ട് എന്തിനാടണമെന്നാണ് ഞാൻ ചോദിച്ചത്. ദേഹത്തോട്ടെ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ നടയിൽ വന്നിട്ട് കിടന്ന് ആടിയിട്ട് ദേഹത്തോടല്ലേ? നിങ്ങൾ ആരെ വിളിച്ചു? എന്റെ മുന്നേ കൈ ചൂണ്ടല്ലേ നിങ്ങൾ? സൗകര്യമില്ല കൊടുക്കാൻ. നിങ്ങൾ ഇല്ല ചാനൽ വേറെ വിളിക്കാം. എന്നെ നാട്ടിക്കാനാണ് നിങ്ങൾ വന്നത്? ഞാൻ ഒരു കാര്യം പറയാം. നീ എന്റെ കയ്യിൽ വാങ്ങിച്ചോ? നീ അത് തിരിച്ചു ഞാൻ ചേച്ചിപ്പിന് ഇത്ര ദിവസം ഇത്ര മാസം ചോദിച്ചു തിരിച്ചു തരണ്ടേ? എവിടെ വെച്ചത്? ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ചോണ്ട് വന്നത്. പോലീസിനെ എന്റെ നട വന്നിടന്ന് ആടാതെ നിങ്ങൾ ബന്ധുക്കളും ശത്രുക്കളും പുറത്തോട്ട് ഇറങ്ങി. പയ്യനും തരില്ല ചേച്ചിക്കും തരണില്ല. എന്ത് ചെയ്യും നിങ്ങളിപ്പോ?
എത്രയൊക്കെ ആയാലും മാല തരാൻ എനിക്ക് പറ്റൂല. എന്തിന് കയ്യിൽ പിടിക്കണം? ദേഹത്ത് തൊടരുത്. എന്തിനാ എന്നെ അടിക്കണേട്ട്? ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോണേ? മാലയും മാറ്റിട്ട് ആള് കളരി കാണിക്കണേന്റെ മാല എടുത്ത് കൊടുക്കാൻ ഞാൻ പറ്റൂല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മാല എടുത്തതാ നീ. തരാൻ പറ്റൂല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാല നിന്നെ എല്ലാം ഒന്ന് അടിക്കണടി നീ. എന്തിനടി വാങ്ങിച്ചു കൂട്ടണത്? ഇനിയും പറയണ കൊടുക്കാൻ പറ്റൂല. നീ നിങ്ങളെ എന്റെ ദേഹത്ത് തൊട്ടില്ലേ? മാറി ചെന്ന് കേടാ എന്റെ മാല എടുത്തോണ്ട് വാടി. സൗകര്യപ്പെടൂല. എന്ത് ചെയ്യും നിങ്ങള്? നിനക്കെന്ന് വെച്ചാ നീ രാവും പോലും ഇതാ പിന്നെ മേഞ്ഞോണ്ട് കിടക്കണം എന്തൊരു പറയാ. കണക്കായി ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പം? കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം മാറ്റി വെച്ചിട്ട് സൗകര്യപ്പെടൂല. ഇവിടെ നിന്ന് പോവൂലേ ഈ മൂന്നെണ്ണം? ഞാൻ കൊണ്ടുപോകും ചേച്ചി. മാല തരാൻ സൗകര്യമില്ല. തരാൻ സൗകര്യമില്ല. ഒരു കാല് വെക്കണം. ഇവര് ആര് ഇവര്? കാല് വെക്കണ കാല് വെക്കി തന്നാ പോരാ. കച്ച കെട്ടി എനിക്കും അറിയാം. കച്ച കെട്ടി എന്റെ ചേച്ചി കച്ച കെട്ടി മാങ്ങിച്ച് കൂട്ടും. കാല് പൊക്കിയാ? കാല് പൊക്കിയാ? എനിക്ക് പൊക്കാൻ അറിയാം കേട്ടോ. ചവിട്ടി കീറോ അത് തന്നെ. മാല എടുത്തോണ്ട് വാടി. സൗകര്യമില്ല. നിനക്ക് എന്തറിയണോ എന്റെ അടുത്ത്? എന്റെ അടുത്ത് ഇളക്കി വരണം. മാറിയില്ലേ? ചീത്ത വിളിക്കണോ നിങ്ങള്? പിന്നെ നിന്നെ വിളിക്കാതെ ചീത്ത വിളിക്കാതെ മര്യാദക്ക് മാല എടുത്തോണ്ട് പോയി. ചേച്ചിയുടെ പാതി സ്വഭാവം പോലും ആയില്ല. നീ മാത്രം മനസ്സിലാക്കി. മാല നിന്റെ നീ അത്രക്കായ മാല എടുത്തോണ്ട് വാ. സൗകര്യമില്ല. മാല എടുത്തോണ്ട് പാടി. സൗകര്യപ്പെടൂല. ഉറച്ച് സംസാരിക്കരുത്. ചേച്ചിയുടെ സ്വഭാവം മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊടുക്കാൻ സൗകര്യപ്പെടൂലെന്ന് പറഞ്ഞല്ല. പിന്നെ നീ എന്തൊരു ചാവ എന്റെ പുറത്തൊന്ന് കയറണം. ഓ അടി മാറ്റണ്ട് ചാവോ. ആര് കരയട്ടെ? നിനക്ക് എന്തിന്റെ കേടാണ്? അവളെ കയ്യിൽ ഞാൻ യാത്രക്ക് എന്നെ അടിച്ച നീ. എന്നെ അടിച്ചില്ലേ നിങ്ങള്? ചാച്ചിയുടെ ദേഹത്ത് നീ കൈ വെച്ചല്ലേ? പാപ്പട്ട നിങ്ങള് ചേച്ചി ഫോൺ ബാഗ് അത്ര വീണ്ടും വാങ്ങിക്കാൻ വരെയാണ് അവള്. ആ എടാ 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 എടാ, എന്തിനാ അവളെ കയ്യിലോട്ട്? എന്തിന് ചാവുന്നത്? ഹലോ അനില, അവള് എന്നെ അടിച്ചടാ. ചാച്ചി തിരിച്ചു വരുത്ത ചാച്ചി തിരിച്ചു വരുത്താളിയാ. അടിച്ചു. നീ ഇതുവരെ വാ. വിളിച്ചു വരുത്ത്. പിന്നെ ഹലോ സാറേ, ഇവിടെ വൻ വിഷയം. ഇവിടെ ഒരു ചേച്ചിക്ക് 1 ലക്ഷം രൂപ അല്ല എന്താ 1.5 പവന്റെ മാല കൊടുക്കാറുണ്ട് സാറേ. എൻ്റെ പൊന്ന് സാറേ, സാർ ഇപ്പം ഇങ്ങോട്ട് വരും. ആ കൊച്ചിനെ അടിച്ചില്ലാതാക്കി. ഇനി നോക്കണ്ട. കൊച്ചിൻ്റെ കണ്ണൊക്കെ അയ്യോ എനിക്ക് വയ്യ. അത് ഉണ്ടാകുന്ന പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പരുവത്തിലിരിക്കുകയാണ് കൊച്ചിൻ്റെ. പറഞ്ഞു സാറേ, എൻ്റെ ഒരു 1.5 പവന്റെ മാല എൻ്റെ ഒരു കൂട്ടുകാരിയുടെ സഹോദരനും കൊടുത്ത് കല്യാണത്തിന് പണയം വെക്കാന്ന് പറഞ്ഞു. അവൻ കൊണ്ട് ഇവിടെ ആറയൂരിൻ്റെ അടുത്ത് ഒരു കലയെന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കയ്യിൽ മാല ഉണ്ടെന്ന്. ഇപ്പൊ മാല ചോദിച്ചിട്ട് മാല തരണില്ല. മാല തരാൻ പറ അവരുടെ. മാല തരാൻ പറ, അല്ലെങ്കിൽ 10 മിനിറ്റിനകത്ത് സ്റ്റേഷനിൽ നിന്ന് ആള് വിടാം. സാറേ, എന്നെ അടിക്കുന്നു. ഞാൻ പിന്നെ എന്തരിയേ? അയ്യോ, തിരിച്ചു കൊടുക്കാൻ നിനക്ക് അറിഞ്ഞൂടി. ബാക്കി നമ്മൾ വരണം. കണ്ട പോലീസ് വരെ പറഞ്ഞിരിക്കുകയാണ് തിരിച്ചു തരാൻ. പോലീസ് പറഞ്ഞിരിക്കുകയാണ്
സൂക്ഷിച്ചും കണ്ടും നിന്ന് കഴിഞ്ഞാൽ മീനിറക്കണ കൈയാണ് തീർച്ചയായിട്ടും കാണട്ടെ. മാലെടുത്ത് തരാൻ മാലെടുത്ത് തരാൻ പറ്റൂല. എന്തിനാണ് മര്യാദ മാല എടുത്ത് നമ്മള് പോട്ട് മാല എടുത്ത് മാല ഞാൻ തിരിച്ചൊരെണ്ണം തന്നാണ്ടല്ലോ. എടാ നീ ആ ചേച്ചിയെ നോക്കടാ നീ ഇടയ്ക്കിടയ്ക്ക് വട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് വട്ടം നമ്മളെങ്ങനെ അറിയാം ഇടയ്ക്കിടയ്ക്ക് എനക്ക് വട്ടം എന്ന് പറയുന്നത് അയ്യോ തിരിച്ച് എനിക്കും തിരിച്ചെടുക്കാൻ അറിയാം. കാണിക്കണം നാടകം കണ്ടവന്റെ മാലയെ കൊടു ഏത് ജന്മത്തിനെ വിളിച്ചോണ്ട് വന്നേക്കണത്? നീ അത് ജന്മം നീ അത് എന്റെ ചാച്ചി. അയ്യോ ഭയങ്കര ചാച്ചി കൊടുക്കാൻ പറ്റില്ല. വിളിക്കാം അതുപോലെ നമ്മളെ കൊല്ലണം എന്ന് എന്നെയാണോ പറയുന്നത് കൊന്നത്? ഞാനാണോ കൊന്നത്? നിന്റെ കാര്യം പറയൂ സാറേ. ആ ഓക്കെ സാർ പിടിച്ചിരുത്താം ആ ചേച്ചി വന്നിരിക്കാം ഇതാ വന്നു ആള് സാർ വന്നു. ആ, പോലീസ് ചേച്ചി സാർ വന്നു. വന്നു. ഇവിടെ വന്നിരി. വരട്ടെ. ചേച്ചി പിടിച്ചിരുത്താം ചേച്ചി പിടിച്ചോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നീ പണയം വെച്ചത്? എവിടെയാണ് പണയം വെച്ചത് നിങ്ങൾക്ക് അറിയാല്ല? അല്ല ഉദ്ദേശം പറ കറക്റ്റ്. കറക്റ്റ് ഞാൻ ഇവിടെ പേട്ടല് പേട്ടയിലൊക്കെ ആയിട്ട് വരും. ആ ചേച്ചി ഇത് സംഭവം എന്തെന്ന് മനസ്സിലായ? കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു. പക്ഷെ നമ്മളെ കൊച്ചിനെ അടിച്ച് ഇല്ലാതാക്കി കളഞ്ഞതാ. ക്യാമറ ഇരിക്കണ്ട. ഓ